ഹായ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെറിയൊരു പണിയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ ഫാഷൻ ഫ്രൂട്ട് ഇവിടെ പടർത്തിക്കുന്നു കേട്ടോ. ഇവിടുന്ന് ഇതാ ഫാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ട്. അപ്പോൾ നിറച്ച് ഫാഷൻ ഫ്രൂട്ട് ഇതിന് ഉണ്ടാകുന്നുണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഇങ്ങോട്ട് പറ്റാണ് താന്നിക്കണ്. താന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ തലമ്മ ഇങ്ങനെ ഈ പന്തല് കായ ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ എന്താ അവസ്ഥ അങ്ങോട്ടോ കണി. ഇപ്പോൾ എൻ്റെ തലൻ്റെ നേരെ മേലായിട്ടാണ്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അത് ഇങ്ങോട്ട് വലിച്ച് കെട്ടാൻ കയറ് വാങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് കെട്ടണ ഒരു പണിയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഉറക്കനെ പറയാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കൂല. എന്താ പറയുക, ഇതാണ് നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി എന്ന് പറയുന്നത്. അതിന്മേൽ നിറച്ച് കായുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ വളം ഇട്ട് കൊടുക്കണത് എന്താണെന്നറിയാം. നമ്മൾ പിന്നെ എന്താ പറയുക, ചായയൊക്കെ കുടിക്കുമല്ലോ. ചായ കുടിക്കുമ്പോൾ ചായപ്പൊടിൻ്റെ ചണ്ടി, അതുപോലെ ഉള്ളിത്തോല്, പച്ചക്കറിൻ്റെ വേസ്റ്റ്, ഇതൊക്കെയാണ് ഞാൻ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ടാവും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് എവിടെ കേട്ടോ, നമ്മളെ ഈ ഭാഗത്ത് ഒരു വിത്ത് നിലത്ത് തട്ടിയാൽ മതി, അപ്പത്തേനും അത് കായും പൂവൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ തരും. അതാണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അറിയണത്. അപ്പോൾ ഇത് കെട്ടുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരി, നമ്മളീ പന്തൽ ഇതിൻ്റെ മുകളിലുള്ള അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മുകളിൽ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം മുകളിൽ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ കുണ്ടം തള്ളിയ പോലെയാണ് തോന്നുന്നത്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കെട്ടല്ലാതെ ഒരു നിവർത്തിയില്ല എന്നുള്ളത്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അത് കോണിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണ് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ മുകളിൽ ഉള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അടിക്ക് ഇങ്ങനെ കുണ്ടം തള്ളി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ തലയെ കൈമ മുട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വലിച്ചു കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കുണ്ടം തള്ളിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വലിച്ച് കെട്ടുകയാണ്. കുഞ്ഞാണിയൊക്കെ അതാ കയറ് കൊണ്ടുവന്നിക്കണ്. അതുപോലെ ഈ ഒരു സംഭവമൊക്കെ മരം കൊണ്ട് കുഞ്ഞാണിയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇത് പിടിച്ച് വലിച്ച് കെട്ടാൻ. അപ്പോൾ എന്താ പറയുക, ഈ ഫാഷൻ ഫ്രൂട്ട് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണല്ലേ. കൗണ്ട് കുറഞ്ഞാൽ കൗണ്ട് കൂടാൻ, ബ്ലഡ് ഉണ്ടാകാനൊക്കെ ഇത് നല്ലതാണെന്നാണ് പറയണത്. അപ്പം എന്നാൽ ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞു, നമുക്കിത് നശിപ്പിച്ച് കളയണ്ട, എന്തായാലും ഇത് ഇഷ്ടംപോലെ കായ ഉണ്ടാവും ഇതിമേ, അപ്പം നമുക്ക് നശിപ്പിച്ച് കളയണ്ട, ഇത് നമുക്ക് ഒരു പന്തലിട്ട് കൊടുക്കുക പറഞ്ഞാണ്ട് അങ്ങനെയാണ് ഇത് പന്തലിട്ട് കൊടുക്കേണ്ടി വന്നത് കേട്ടോ. പന്തലിട്ട് കൊടുത്തതോ അതുപോലെ തന്നെ ആയി. അത് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ഉണ്ടായി. അപ്പം ഈ പറഞ്ഞ വളങ്ങളൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളിത്തോല്, പച്ചക്കറി വേസ്റ്റ്. അപ്പോൾ ഇത് അതിലൊരു വള്ളി ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കണത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് പൊന്തിക്കുക എന്നറിയില്ല കേട്ടോ. വള്ളികൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. ഈ കയറ് വള്ളിയല്ല കേട്ടോ, കയറ്. ഇങ്ങോട്ട് വലിച്ചട്ടാനാ? ഇത് അങ്ങോട്ടാ വലിച്ചിട്ടുന്നത്. ഇതിമക്കാ കെട്ടണത്. എന്നാ പൊന്തോ അപ്പൊ അത് അങ്ങനെ വലിക്കുമ്പോ? ആ, വലിയുന്നുണ്ടോ? കുറച്ച് പൊന്തില്ലേ? ആ ആ,
പഴയ കയറാണ്. അപ്പോൾ അത് എവിടെ ഇന്ന് നല്ല വെയിലും വെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, നല്ല വെളിച്ചവും വെയിലും ഒക്കെ ഉണ്ട്. കാലാവസ്ഥക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പണി എടുക്കാൻ വിചാരിച്ചു. അതും വേണ്ടേ കഴിഞ്ഞു പോവുക. ഇന്ന് ഞായറാഴ്ചയാണ്, സൺഡേ ആണ്, അങ്കണവാടി ലീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ കണ്ടില്ലേ ഇഷ്ടംപോലെ ഉണ്ടായിക്കണ് കായ്. ചിലത് വാടുന്നുണ്ട്. പോലെ കായ ഉണ്ടല്ലേക്കാ. അപ്പൊ കുഞ്ഞാണിയാക്കാക്ക് ഇതിൻ്റെ ഒക്കെ ട്രിക്ക് അറിയാട്ടോ, അതെങ്ങനെ കെട്ടേണ്ടത്, എന്തൊക്കെ കാട്ടേണ്ടത് എന്നൊക്കെ അറിയാട്ടോ. അപ്പൊ അതിനനുസരിച്ച് മൂപ്പരിങ്ങനെ ഞാനിങ്ങനെ പറയും, ഞാൻ വല്ല മേസ്ത്രി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇങ്ങനെ ഇവിടെ എനിക്കറിയൊന്നുമില്ല കേട്ടോ, ഐഡിയകളൊന്നും എനിക്കറിയില്ല. ഐഡിയകളൊക്കെ കുഞ്ഞാണിയാക്കാക്ക് തന്നെയാണ് കേട്ടോ അറിയാം. ആ ഐഡിയക്ക് അനുസരിച്ച് കുഞ്ഞാണിയാക്ക അങ്ങനെ കെട്ടും. അതാ നമ്മളെ തോട് വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കല്ലിട്ടതുകൊണ്ടാണ് വെള്ളം ഇവിടെ ഈ ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ നാളികേരം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ തങ്ങി നിൽക്കും. അപ്പോൾ അത് വലിച്ചു കെട്ടണ ഒരു പണിയാണ് കേട്ടെന്ന്. ഓരോരോ ഭാഗങ്ങൾ കുഞ്ഞാണിയൊക്കെ അത് കെട്ടി ഇങ്ങനെ വലിക്കുകയാണ്. മറ്റെന്താണെന്നറിയോ, ഇത് ഇങ്ങോട്ട് താന്നിട്ടേ നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ തല മുട്ടുകയാണ്. അപ്പോൾ ഇതിന്മേ ഈ ഫ്രൂട്ട്സൊക്കെ കുറേ ഉണ്ടായി നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ വെയിറ്റ് കൊണ്ടും പിന്നെ ഈ വള്ളിൻ്റെ വെയിറ്റ് കൊണ്ടൊക്കെ കനം അങ്ങോട്ട് വെയിറ്റിൽ തൂങ്ങിയിട്ട് കണ്ടില്ലേ, ഇതിൽ കൂടെ ഒക്കെ നല്ലതുപോലെ കായകൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ താങ്ങി നിർത്തണമെങ്കിൽ കെട്ടി മുറുക്കന്നെ വേണം. ഇതിനൊക്കെ കുറച്ച് പൊന്തിട്ടോ. നിൽക്കേ നിൽക്കിട്ടോ, എടുക്കട്ടെ. പൊന്തി പൊന്തി. ഇനി വലിയോ, ഇനി പൊന്തുവോ? അങ്ങോട്ട് കെട്ടുമല്ലേ. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഹൈപ്പ് തന്നെയാണ്. ഉണ്ടായി കിട്ടിയാൽ നമ്മൾക്കിത് കഴിക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതാകെ നിലത്ത് മുട്ടിയിരുന്നു അല്ലേ, നിലത്ത് മുട്ടും. ഇനി അങ്ങോട്ടാ കെട്ടണേ, നടൂലേ. ഇനി ഇതാ അങ്ങോട്ടാ കെട്ടണേ. കൊറേ പൊങ്ങിട്ടോ. അത് വലിക്കാനായോ? അത്ര കഴിയുള്ളൂ. ഇവിടെ അവിടെയൊക്കെ വലിച്ച് കെട്ടി കുറച്ച് പൊങ്ങിക്കണം കേട്ടോ. നമ്മുടെ ഈ പന്തൽ, ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ കുറച്ച് പൊങ്ങിക്കണം. ഇപ്പം കുഞ്ഞാണിയാക്ക ആ തലക്ക് പോയിട്ടുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ വലിച്ച് കെട്ടണത്. കെട്ടിക്കോളി. അങ്ങോട്ടാണ് വലിച്ച് കെട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറച്ചുകൂടെ പൊങ്ങി വലിച്ച് പൊങ്ങുണ്ട്. അപ്പോൾ അതാ കുറച്ചുകൂടെ നമ്മളെ പന്തൽ പൊങ്ങി. അപ്പോൾ അത് പൊങ്ങിയിട്ടുണ്ട് മക്കളെ.
ഉഷാറായിട്ട് പൊങ്ങിയിട്ടുണ്ട്. മറ്റേത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെ തല ഇങ്ങനെ മുട്ടിയിരുന്നു. ഇപ്പോൾ കുറേ പൊങ്ങിയതുകൊണ്ട് ഇനി താന്ന് വരൂല തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവിടെ നമ്മളെ മാവുമ്മക്കാണ് കെട്ടാൻ പോണത്, കെട്ടണത്. ഇപ്പം രാവിലെ തന്നെ അതേന്ന് മുറ്റടിച്ച് വാരിയിട്ടൊന്നുമില്ല. മുറ്റത്ത് കുറേ കളകൾ വന്നിട്ടുണ്ട്, പുല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ പറിക്കണം. കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കാനുള്ളതാണ് ഇന്നത്തെ ജോലി കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇപ്പം ഇന്ന്. ഒന്നും കൂടെ ഉണ്ടോ? കുറച്ച് പൊന്തി. അപ്പം അതഞ്ഞ് ലാസ്റ്റ് ഇവിടുന്നും കൂടി ഒരു വള്ളി വലിച്ച് വയറ് വലിച്ച് കുഞ്ഞാണിയൊക്കെ ഇപ്പുറത്തേക്ക് കെട്ടുകയാണ് കേട്ടോ. ഇവിടേക്ക് കെട്ടുകയാണേ. ഇവിടുന്നാണ് വലിച്ചു കെട്ടുന്നത് ഈ ഭാഗത്തേക്ക്. ഒരുപാട് പൊങ്ങി സംഭവം. ആ കറണ്ട് കമ്പിമ്മ മൈലാഞ്ചി കൊമ്പ് എന്തെങ്കിലും തട്ടിക്കണോ? ആ വലിഞ്ഞോട്ടോ, നല്ലോണം വലിയുന്നുണ്ട്. നല്ലോണം പൊന്തിപ്പോ കുറേ. ഐഡിയ അടിപൊളിയാട്ടോ. ഏതായാലും അടിപൊളിയാണേ. വള്ളി ഇങ്ങനെ വന്നിട്ട് കെട്ടിയോ? അപ്പം അതാ അതും കെട്ടി. അപ്പം നമ്മളെ പിന്നെ ഫ്രൂട്ടിൻ്റെ പന്തൽ നല്ലോണം ഒന്നങ്ങോട്ട് പൊങ്ങിട്ടോ, അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെയിറ്റ് കാരണം ഇനി താവോന്ന് അറിയില്ല അല്ലേ കാ? എന്നിട്ട് കുത്തി നിർത്തല്ലേ? അപ്പൊ ഈ ഇവിടെ ഒരു കുത്തുകാല് വരൂലേ മുന്നില്? അത് വരൂലേ? അപ്പതാ നമ്മളെ ഫ്രൂട്ടിന്റെ പന്തൽപ്പണി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയുമായി ഇനിയുണ്ടോ? വീഡിയോ എടുക്കാനും നിർത്താൻ ഞാൻ. ഇതൊക്കെ എങ്ങനെ ശരിയാക്കുക? തൂങ്ങിയത് എങ്ങനെ ശരിയാക്കുക? പന്തല് നമ്മുടെ പാഷൻ ഫ്രൂട്ട് അടിപൊളിയായി. കുഞ്ഞാണിയൊക്കെ ഫുള്ള് കെട്ടി വള്ളിയൊക്കെ വലിച്ച് കയറൊക്കെ സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം പൊങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു തൂങ്കാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് തൂങ്കാല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ പന്തൽ അടിപൊളിയായി. അതിലൊക്കെ കയറൊക്കെ കെട്ടി. ഇനിയിപ്പോൾ എന്താ പാഷൻ ഫ്രൂട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കാൻ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലമായിട്ടോ. അതിലിങ്ങോട്ടൊക്കെ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പാഷൻ ഫ്രൂട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് കേട്ടോ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ടാറ്റാ എല്ലാവർക്കും.